ഹനാൻ അടുത്ത ദിവസം ഉന്നയിച്ച ഒരു ആരോപണം അതുപോലും എനിക്ക് മുൻപ് അറിയാമായിരുന്നു. പക്ഷെ അതിനകത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ NSS ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ വെച്ചിട്ടല്ല അത് സംഭവിച്ചിട്ടുള്ളത്, ആ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളത്. അപ്പൊ അതുപോലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയാനായിട്ട് പോലും ഞാൻ മാന്യതയുടെ അതിർവരമ്പുകൾ വിട്ടിട്ടോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്കോ ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും നിരന്തരമായിട്ട് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ഇതിന്റെ പുറകെ തന്നെ പോകും, അതിനകത്ത് സംശയമൊന്നുമില്ല. അതിന് ഏതറ്റം വരെ വേണമെങ്കിലും ഏതറ്റം വരെ പോകും. ഏതറ്റം വരെ പോകാൻ വളരെ ഈസിയാണ്. അതിനകത്ത് ക്രൈം ചെയ്തിട്ടുള്ള ആള് ഒരുപാട് തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ വലിയ തലവേദനകളൊന്നുമില്ല ഇതിനകത്ത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ഇട്ട വീഡിയോന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ ഒരു വീഡിയോ. ഇന്നലെ ഹനാൻ പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലിന്റെ പേരും കാര്യങ്ങളും തെറ്റായിട്ടാണ് പറഞ്ഞത് എന്ന് ഫിറോസ് തന്നെ അവകാശപ്പെടുന്നുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി കുറച്ചധികം ആളുകൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. ഞാൻ ആ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം, വായിച്ചും കേൾപ്പിക്കാം. ഒപ്പം തന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇട്ട കമന്റുകളും കാര്യങ്ങളും പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, രേണുവിനെ വിമർശിക്കുന്നതാവട്ടെ സപ്പോർട്ട് ചെയ്യുന്നതാവട്ടെ, എല്ലാ കമന്റും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ആരോപണം ശരിയാകാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം എന്നെ വീഡിയോയ്ക്ക് ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവർ ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം ഇത് എങ്ങനെ എടുക്കും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല. ബുദ്ധിമോശം സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതിയിട്ടൊരു ഇന്റൻഷനോട് കൂടി വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല ഒരാളും തന്നെ. സോഷ്യൽ മീഡിയക്കകത്തോട്ട് വരുന്ന സാധനങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് തന്നെ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന നിലയിൽ നമ്മൾ സംസാരിച്ചു വിടുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളുടെ പല ആൾക്കാരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഞങ്ങൾ ആരും എത്തി നോക്കാത്തതോ വീഡിയോ ചെയ്യാത്തതോ എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അവിടെ ഒരു പ്രൈവസി ഉണ്ട്, നിങ്ങളുടേതായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയക്കകത്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷെ രേണുവിന്റെ കേസായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആരാണ് എല്ലാ കോൺട്രവേഴ്സീസും സോഷ്യൽ മീഡിയക്കകത്ത് ഇട്ടുകൊടുത്തത്? നമ്മൾ ആരും അവരുടെ വീട്ടിൽ പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരോ പോസിറ്റീവ് പറയുന്നവരോ ഒന്നും നെഗറ്റീവ് പറയുന്നവരോ ആരും തന്നെ അവരുടെ വീട്ടിൽ പോയി സോഷ്യൽ മീഡിയക്കകത്തോട്ട് കൊണ്ടുവന്ന ഇടുന്ന കാര്യങ്ങളല്ല. അവർ തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നുന്നു, ഞാനൊരു പെണ്ണായതുകൊണ്ട് രേണുവിനെതിരെ, രേണു ഒരു സ്ത്രീയാണല്ലോ, അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയധികം വിദ്വേഷ കമന്റ്. ഞാൻ ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗേഴ്സിന്റെ താഴെയൊക്കെ കമന്റ് നോക്കാറുണ്ട്. പക്ഷെ അവരെക്കാളും ഒരുപടി മേലെ എനിക്ക് കൂടുതലും പെൺകുട്ടികളാണ്. എന്താണ് ഗർഭം അലസിപ്പോട്ടെ, ഞാൻ വിധവയാവട്ടെ, മക്കൾക്ക് അത് വരട്ടെ, ഇങ്ങനെ വരട്ടെ, അത് വരട്ടെ, ഇത് വരട്ടെ എന്ന് പറഞ്ഞ് എന്റെ കുടുംബത്തിനെ നന്നായിട്ട് പ്രാകുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രാക്കും കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് അതിന് ആദ്യം പറയാണ്. ഞാൻ വിധിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാക്കിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഭൂമിയിലോട്ട് ജനിച്ചത് എന്തോ വലിയ സൽക്കർമ്മം ചെയ്തതുകൊണ്ടാണ്, നല്ല പ്രവൃത്തി ചെയ്തതുകൊണ്ടാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതേപോലെ തന്നെ എനിക്ക് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ, എന്റെ ഫാമിലിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്തതിന്റെ പ്രതിഫലനമായിട്ടാണ് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സമൂഹത്തിൽ നല്ല രീതിയിൽ നന്മകൾ ചെയ്തു പോകുന്ന ഒരുപാട് മനുഷ്യന്മാർക്കും വീഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു ഇറക്കത്തിന് ഒരു കയറ്റം ഉണ്ടാവും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അല്ലാതെ രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ടാണ് എനിക്ക് പനി പിടിച്ചത്, രേണുവിനെ കുറിച്ച് വീഡിയോ ചെയ്തുകൊണ്ടാണ് ആക്സിഡന്റ് സംഭവിച്ചത്, അങ്ങനത്തെ ചിന്താഗതിയുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലെ വിദ്വേഷ കമന്റുകൾ ചെയ്തിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി തോണ്ടാതിരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഫിറോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് അതൊന്ന് വായിക്കാം. ഒരാൾക്ക് ഒരു സഹായം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് തങ്കപ്പൻ ചേട്ടന്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും അവനോട് പോയി ഞങ്ങളെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല എന്നത് തന്നെ ധാരാളം ആണെന്ന് പറയാം. അതെ, ആരും ഇങ്ങോട്ട് വന്ന് സുധിയുടെ മക്കളെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അതിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, തെറിവിളികൾ, ആരോപണങ്ങൾ വന്നാലും അതെല്ലാം സ്വയം അനുഭവിക്കണം എന്നതായിരുന്നു തീരുമാനം. ആയതുകൊണ്ടാണ് ഇന്ന് വരെ ഈ വിഷയം സംബന്ധിച്ച് ആർക്കെതിരെയും ഒരു നിയമ നടപടിയും ആയി മുമ്പോട്ട് പോകാതിരുന്നത്. ഇനി വയ്യ. ഒരാൾക്ക് എത്ര ക്ഷമിക്കാൻ കഴിയും? എങ്കിൽ അതിലപ്പുറം ക്ഷമിച്ചു കഴിഞ്ഞു. പ്രതികരിക്കേണ്ട വഴികൾ തിരഞ്ഞെടുത്തേ പറ്റൂ. സോ ഈ പുള്ളി കുറച്ചധികം ആളുകൾക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. മിക്കവാറും മറ്റേ പെണ്ണുപിള്ളക്ക് ഉണ്ടാവും ഏത് നേരം വിളിച്ചിട്ട് തെറി പറയുക, പച്ച തെറി പറയുക, അതേമാതിരി തന്നെ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് തെറി പറയുക, ഭാര്യനെയും മക്കളെയും കുറിച്ച് അനാവശ്യം പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൂടുതൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പോരാത്തതിന് ഈ പുള്ളി എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ തന്നെ പറ. മിണ്ടാതെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന ആളുടെ വായക്കകത്ത് കോലിട്ട് കുത്തി അവരെ സോഷ്യൽ മീഡിയക്കകത്തോട്ട് കൊണ്ടുവന്നത് ആരാണ്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആരാ കൊണ്ടുവന്നത്? രേണു സുധി തന്നെയല്ലേ? അവർക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു ആ വീടിന്റെ ചോർച്ചയും കാര്യങ്ങളെല്ലാം തന്നെ. അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ബിഷപ്പ് ഉണ്ടായിരുന്നു, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു പല ആളുകളുണ്ടായിരുന്നു അവർക്ക് മാധ്യസ്ഥ ചർച്ചകൾ നടത്താൻ പാകത്തിന്. അവരെ ആരെയും സമീപിക്കാതെ ഡയറക്റ്റ് ഒരാളെ പറഞ്ഞേപ്പിച്ച് നിങ്ങൾ ഇങ്ങനെ ചോദിക്കണമെന്ന് പ്രീ പ്ലാൻ ചെയ്തിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരുന്നിട്ട് വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ച് അതൊരു വലിയ ഇഷ്യൂ ആക്കി. പിന്നെ തുടർച്ചയായിട്ട് 2-3 ഇന്റർവ്യൂസ് കൊടുക്കുന്നു, വീടിന്റെ വീഡിയോ പിടിക്കുന്നു, ചോർച്ചയുള്ള ഭാഗങ്ങൾ കാണിക്കുന്നു, പിന്നെ അത് വലിയൊരു വിവാദത്തിലോട്ട് പോകുന്നു. ഇതിന്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? അപ്പൊ ഇത് തുടങ്ങി വെച്ചത് ആരാണ്? രേണുവാണ്. ഇവർക്ക് തെറിവിളി കേൾക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അവരൊരു നല്ല കാര്യമാണ് ചെയ്തു കൊടുത്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. അഥവാ ഏതെങ്കിലും രീതിയിലെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഇവർക്ക് അത് ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്ക് തന്നെ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് പോട്ടെ, ഇവർക്ക് പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ഫിറോസിനെ ഏതെങ്കിലും രീതിയിൽ സമീപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ തന്നെ അത് ചെയ്തു കൊടുക്കായിരുന്നു. പക്ഷേ മാക്സിമം നല്ലത് ചെയ്ത ആൾക്കാർ ദ്രോഹിക്കുക എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണ് ഇവർ പലരെയും ഈ ഒരു കോൺട്രവേഴ്സിക്കകത്തോട് വലിച്ചിട്ടത്. അതേമാതിരി തന്നെയാണ് അച്ഛന്റെ പേരും കാര്യങ്ങളും വലിച്ചിട്ടത്, താജുദ്ദീന്റെ പേരും കാര്യങ്ങളും വലിച്ചിട്ടത്. അതിനൊന്നും ഒരു ആവശ്യം ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക, ആരാണ് ഈ വക കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് മുമ്പിൽ വന്നിരുന്ന് പറഞ്ഞത്?
ലോകത്തിൽ ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്തതിന് ഇത്രയധികം മോശവും ചീത്തപ്പേരും കേട്ടിട്ടുള്ള ഒരാളെ ഉണ്ടായുള്ളൂ, അത് ഫിറോസ് ആയിരിക്കും. എന്തൊക്കെ ആളുകളാണ് തെറി പറയുന്നത്, എന്തിനു വേണ്ടിയാണ് ഫിറോസിന് ആളുകൾ പോയി തെറി പറയുന്നത്, പേഴ്സണലി ഫോൺ ചെയ്ത് ഹരാസ് ചെയ്യുന്നത്, വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഭാര്യേനെയും മക്കളെയും പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രേണുവിന്റെ സപ്പോർട്ടേഴ്സ് ആണെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ വിളിച്ച് തെറി പറയുന്നു, ഭാര്യേനെയും മക്കളെ അവിടുന്ന് പിടിച്ചില്ലേ ഇവിടുന്ന് പിടിച്ചില്ലേ കട്ടിന്റെ എന്തൊക്കെ അനാവശ്യങ്ങളാണ് അയാളെ വിളിച്ച് പറയുന്നത്? ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? നിങ്ങൾക്ക് രേണുവിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ വീഡിയോ വഴിയോ കമന്റ് വഴിയോ അറിയിക്കുക. അല്ലാതെ ഒരാളെ വ്യക്തിപരമായിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുക, ഫോൺ സംഭാഷണം വഴി അവരെ വേദനിപ്പിക്കുക, ഇതിന്റെ ആവശ്യം എന്താ? അയാൾ അവർക്ക് ചെയ്ത നല്ല കാര്യമാണ്. ശേഷം രേണുവും കുടുംബവും ആവശ്യപ്പെട്ട കാര്യം ഒരു മടിയില്ലാതെ പോയിട്ട് ആ ലൂർഷീറ്റും കാര്യങ്ങളും വെച്ചുകൊടുത്ത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇതിൽ കൂടുതൽ അയാൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? പറഞ്ഞ കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളെല്ലാം പിൻവലിച്ചെടുക്കണോ? ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഓഡിയോയും കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ സുധിയുടെ മക്കൾക്ക് വീടുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഒരാളും ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ സുധിയുടെ മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവർ ഭയങ്കര കഷ്ടത്തിലാണെങ്കിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് സമൂഹത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ അടുത്തേക്ക് ഒരാൾ സഹായത്തിന് വരുന്ന സമയത്തല്ല നമ്മൾ സഹായിക്കേണ്ടത്, അതിന്റെ മുൻപ് നമ്മൾ അറിഞ്ഞ് സഹായിക്കണം എന്ന് അറിവുള്ള ആൾക്കാരായതുകൊണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു സഹായം സുധിയുടെ മക്കൾക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അത് പിന്നീട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി, ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് തെറികളൊക്കെ ഉണ്ടായി. ആ സമയത്ത് തങ്കപ്പൻ ചേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു ഇന്റർവ്യൂവില്, ഞങ്ങൾ ആരും അവരുടെ കയ്യോ കാലോ പിടിക്കാൻ പോയിട്ട് ഞങ്ങളുടെ മക്കളെ സഹായിക്കൂ അതേ ടൂണിൽ തന്നെയാണ് അയാൾ പറഞ്ഞത് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അവരിങ്ങോട്ട് വന്ന് സഹായിച്ചതില്ലേന്ന്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അവരിങ്ങോട്ട് വന്ന് സഹായിച്ചതില്ല, അവർക്ക് അത് വേണം എന്നുള്ളൊരു ധ്വനിയും കൂടെ അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്കത് കിട്ടണം, ഞങ്ങളത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവരും കൂടെ അംഗീകരിച്ചെന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടികളുമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകേണ്ട മറ്റു ഞങ്ങൾ ഉണ്ടായിരുന്നു. വിളിക്കട്ടെ, ആരോപണം നീക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യം. പക്ഷെ ഇതൊക്കെ ഇപ്പോ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി തുടങ്ങി, ഒരുപാട് അധികമായി തുടങ്ങി. ഇതൊക്കെ നിർത്തേണ്ട അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാനിതൊക്കെ എന്നോ കിറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഞാൻ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വൈകാരികമായി പ്രതികരിക്കേണ്ട ആളും ഞാൻ തന്നെയാണ്, ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ ഞാൻ തന്നെയാണ്. പക്ഷെ ഞാൻ വളരെ ലിമിറ്റായിട്ട് പ്രതികരിച്ച്, ഞാൻ വളരെ മാന്യമായി പ്രതികരിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയുണ്ടായി. ഈവൻ ദോ ഇപ്പൊ ഹനാൻ അടുത്ത ദിവസം ഉന്നയിച്ച ഒരു ആരോപണം അതുപോലും എനിക്ക് മുൻപ് അറിയാമായിരുന്നു. പക്ഷെ അതിനകത്തുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ NSS ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ വെച്ചിട്ടല്ല അത് സംഭവിച്ചിട്ടുള്ളത്, ആ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളത്. അപ്പൊ അതുപോലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയാനായിട്ട് പോലും ഞാൻ മാന്യതയുടെ അതിർവരമ്പുകൾ വിട്ടിട്ടോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്കോ ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും നിരന്തരമായിട്ട് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ അതിന്റെ പുറകെ തന്നെ പോകും, അതിനകത്ത് സംശയമൊന്നുമില്ല. അതിന്റെ ഏതറ്റം വരെ വേണമെങ്കിലും ഏതറ്റം വരെ പോകും. അത് ചെയ്തിട്ട് വരെ പോകാൻ വളരെ ഈസിയാണ്. അതിനകത്ത് ക്രൈം ചെയ്തിട്ടുള്ള ആള് ഒരുപാട് തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ വലിയ തലവേദനകളൊന്നുമില്ല അതിനകത്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, അവിടെ അയാൾ ചെയ്ത നല്ലൊരു കാര്യത്തിനാണ് അയാൾ ഇത്രയും അധികം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ നല്ല കാര്യത്തിന് ഒപ്പം നിന്ന് ചുക്കം പിടിച്ച പല ആളുകളും, മറുനാടനാവട്ടെ, ബിഷപ്പാവട്ടെ, താജുദ്ദീൻ ആവട്ടെ, അവർക്കൊരു പേപ്പർ വർക്ക് കൊണ്ട് പോലും സഹായം ചെയ്ത ആളുകൾ അവരെ എന്താണ് വാക്കാൽ മുറിവേൽപ്പിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയക്കകത്ത് പിച്ച് ചിന്താൻ ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവർക്ക് സപ്പോർട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ സപ്പോർട്ട് കൊടുക്കുക തന്നെ വേണം. ഇപ്പൊ ഇവരെ പറയുന്ന ഈ ഒരു ഞാനാവട്ടെ, നാളെ അവർ നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ കൈയടിച്ച് നിൽക്കാൻ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായി. ഇതിന് മുമ്പും ദാസേട്ടൻ കോഴിക്കോടിന്റെ ആ വീഡിയോ മുതൽ എന്താണ് അവരുടെ ആ ഒരു വസ്ത്ര സ്വാതന്ത്ര്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരെ സംസാരിച്ച് അവർക്ക് സപ്പോർട്ട് കൊണ്ട് നിന്ന ആളാണ് ഞാൻ. പിന്നെ അവരുടെ പോക്കും കാര്യങ്ങളും ഒക്കെ അത്ര അങ്ങോട്ട് നല്ലതായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കുന്നത്. നാളെ അവരുടെ ഭാഗത്ത് നല്ലൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ ഞാൻ ആ ഒരു റിവ്യൂസും കാര്യങ്ങളൊക്കെ എനിക്കൊന്നൊരു 8-10 ദിവസം ഇട്ടിട്ടുണ്ട്. ആ ഒരു 8-10 ദിവസം തന്നെ അവർ കുറ്റം പറയുന്നില്ല, ബാക്കി കണ്ടസ്റ്റന്റ് അപേക്ഷിച്ച് നല്ലതാണെന്നൊക്കെ പറഞ്ഞാൽ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഞാൻ നല്ലതാണെന്ന് പറയുന്നുണ്ട്. നിങ്ങളത് പൂർണ്ണമായിട്ട് കേൾക്കാത്തത് ഇപ്പൊ എന്റെ മിസ്റ്റേക്ക് അല്ല. പിന്നെ ഇതിൽ ഹനാന്റെ ഒരു വിഷയം പറയുകയുണ്ടായി. അപ്പം ഹനാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഫിറോസിന് അറിയാം എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത്. വ്യക്തമായ തെളിവോ കാര്യങ്ങളോ ഇല്ലാതെ ഇയാൾക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട കാര്യമില്ല, അതും കറക്റ്റ് 8 മാസങ്ങൾക്ക് മുമ്പ് എന്നുള്ളത്. ഇനിയിപ്പോൾ അഥവാ ഇവർ പറയുന്നതെല്ലാം കൂടെ ഒരു ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ തന്നെ രേണുസുതി ബിഗ് ബോസ് വന്നതിന് ശേഷം ഇതിനൊരു എക്സ്പ്ലനേഷൻ എന്താണെങ്കിലും തരും. കാരണം അവർക്കെതിരെ വന്നിട്ടുള്ള ഒരു ഗുരുതര ആരോപണമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണെങ്കിലും രേണു ബിഗ് ബോസ് വന്നതിന് ശേഷം ഇതിനെന്താണെങ്കിലും ഒരു വ്യക്തമായ ഉത്തരം കാണുന്നവർക്കും വീഡിയോ ചെയ്യുന്നവർക്കും ഉൾപ്പെടെ എല്ലാവർക്കും കിട്ടും. 8 മാസം മുമ്പ് ഒരു വ്യക്തി ഇദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരോ കാര്യങ്ങളോ എല്ലാം ഇയാൾക്ക് അറിഞ്ഞിരിക്കണം. ഏതാണ് ഹോസ്പിറ്റൽ എന്ന പേരും ഇയാൾക്ക് അറിയാം. പക്ഷെ ഹനാൻ പറഞ്ഞ ഹോസ്പിറ്റലിന്റെ പേര് ബൈ മിസ്റ്റേക്ക് തെറ്റിപ്പോയിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഇവിടെ ക്ലിയർ ചെയ്തിട്ടുള്ളത്. ചങ്ങനാശ്ശേരിയിലെ NSS ഹോസ്പിറ്റൽ അല്ല, മറ്റൊരു ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യം കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ആ ഒരു ഹോസ്പിറ്റലിനും കൂടെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളിലോട്ടാണ് പോകുന്നത്. വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ സ്ഥാപനങ്ങളിലാണ് രേണുസുധീന്റെ ഈ ഒരു പരിപാടി വന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് അതൊരു വലിയ വിനയാവാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഒന്ന് സ്വന്തം സാമാന്യ ബുദ്ധി ആലോചിച്ചിട്ട് ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഒരു പരിപാടി ഇവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ സുധിയുടെ പേരും പറഞ്ഞിട്ട് ഇത്രയധികം ഒരു റീച്ച് ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കുറച്ചെങ്കിലും ഒരു നമുക്കുണ്ടാവില്ലേ, നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു, നമ്മളത് ഇതാക്കിയില്ല, പിന്നെ ഈ ഒരു മരിച്ചുപോയ വ്യക്തിയുടെ പേരെങ്കിലും നമ്മൾ ഉപയോഗിക്കരുത്. നമ്മൾ നമ്മുടെ പ്രേമത്തിനെയോ ഇഷ്ടത്തിനെയോ ശരീരത്തിനെയോ കളങ്കപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ആ മരിച്ചുപോയ വ്യക്തിയുടെ പേരെങ്കിലും ഉപയോഗിക്കരുത് എന്ന് നമുക്കൊരു മനസാക്ഷി കുത്തുണ്ടാവില്ല. അതുപോലും ഇല്ലാതെ ഇവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
ഇവരിങ്ങനെ കാട്ടിക്കൂട്ടുന്നതിൽ എന്താണ് ഒരു ന്യായമുള്ളത്? അപ്പൊ നമ്മളതിൽ സംസാരിക്കേണ്ടത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇതിന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടട്ടെ. ഇനിയിപ്പോൾ ഹനാനും കാര്യങ്ങളും പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ രേണു സധൈര്യം നിയമ നടപടികളുമായിട്ട് പോകാൻ വേണ്ടി പറ്റും. ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ ഇവർ പറയുന്നത് മോശമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനുള്ള എല്ലാ വകുപ്പും അതിലുണ്ട്. ഇനിയിപ്പോൾ എനിക്കെതിരെ കൊടുക്കണമെങ്കിൽ എനിക്കെതിരെയും കൊടുക്കാം. ആ സമയത്ത് ഹനാനാവട്ടെ, ഫിറോസ് ആവട്ടെ, നിമിഷ ആവട്ടെ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം വിത്ത് പ്രൂഫ് കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഹാജരാക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുത്ത ഡോക്ടർ ഉണ്ടെങ്കിൽ അയാളും ഹോസ്പിറ്റലിൽ ചെയ്ത ഡേറ്റും സമയവും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാം. കൂടെ പോയ ആളുകളെ വരെ പോലീസുകാർ പൊക്കിക്കോളും. അപ്പോൾ നമുക്ക് രേണു ബിഗ് ബോസിന് ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ആരും വന്നിട്ട് ഇങ്ങനെ തെറ്റാണെന്നും ശരിയാണെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ബോക്സ് കിടന്ന് തല്ലുണ്ടാക്കണ്ട. നമ്മളൊരു ആക്ച്വലി ഒരു ഉപകാരം ചെയ്ത് കഴിഞ്ഞിട്ട് വളരെയധികം മാനസികമായിട്ടും വളരെയധികം സാമ്പത്തികമായിട്ടും നമ്മൾ അതിലൊരുപാട് ആക്റ്റീവായി നിന്ന് വളരെയധികം സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും, അതിന്റെ പേരിൽ തെറിയും, അതിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങളും, അതിന്റെ പേരിൽ എന്താ പറയാ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. അമ്മയ്ക്ക് വിളിക്കുന്നത്, തള്ളയ്ക്ക് വിളിക്കുന്നത്, മക്കൾക്ക് വിളിക്കുന്നത്, വൈഫിന് വിളിക്കുന്നത്, എന്നെ വിളിക്കുന്നത്, വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ സത്യം ഞാൻ പറയുന്നത്. ഇത് അതിഭീകരമായ ഒരു അവസ്ഥയാണ്. ഒരാളെ സഹായിച്ചതിന് പേരിൽ നമ്മള് ഗോവിന്ദചാമിനെ ഒരാളെ തെറി വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഊഹിക്കാൻ കഴിയും അതെന്തുകൊണ്ടാണ് അത് വിളിക്കുന്നത്. ഇത് ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നു. ഒരു ആക്സിഡന്റിൽ മരിച്ച അച്ഛൻ മരിച്ച 2 കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി എന്നെ പോലെ ഒരാൾ മുന്നിട്ടിറങ്ങി. അതിൽ എന്റെ കൂടെ സഹായിക്കാൻ കുറച്ച് ആൾക്കാർ എന്നെ സപ്പോർട്ടീവായിട്ട് നിന്നു. അതിന്റെ പേരിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? രേണു വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത്, അതായത് എന്റെ വീട് ചോരുന്നുണ്ട് എന്ന് പറഞ്ഞത് ചോരലല്ല ചാറ്റലാണ് എന്ന് അവരെ തിരുത്തി എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത് വളരെ വളരെ സങ്കടകരമാണ്. വളരെ വളരെ എന്താ പറയാ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് വളരെ പ്രയാസം നേരിട്ട സംഭവമാണ് ഈ രേണുവിന്റെ കുടുംബത്തെ സഹായിച്ചു എന്നത്. എന്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇനി എന്തായാലും നമ്മൾ കുറേയൊക്കെ തോറ്റു കൊടുത്തു. ഞാൻ തോറ്റു കൊടുക്കാൻ പഠിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് കുറെ തോറ്റു കൊടുത്തു. കുറെ തെറികൾക്കും അല്ലെങ്കിൽ ഞാൻ ഇതുവരെ എന്റെ മാന്യമായ ഭാഷ വിട്ടിട്ട് ഞാൻ ഇതുവരെ എവിടെയും ഞാൻ പ്രതികരിച്ചിട്ടില്ല. എന്റെ പേജിലാണെങ്കിലും അതേപോലെ എന്റെ ഇന്റർവ്യൂസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ പ്രതികരിച്ചിട്ടില്ല. എനിക്കതിന് കഴിയില്ല. പക്ഷെ അത് മുതലെടുത്തുകൊണ്ട് നമ്മളെ തെറി പറയുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായിട്ട് എല്ലാവരെയും പൂട്ടണം. അത് നല്ല രീതിയിൽ തന്നെ ഞാൻ പൂട്ടുകയും ചെയ്യും. എനിക്ക് എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുളിച്ച് തോർത്തി കുളിച്ച് കുട്ടപ്പനായി സുന്ദരനായി കീഴത്തുള്ളൂ. അത് ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ഇറങ്ങുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ പറയാറുണ്ട്, എന്റെ ലൈഫിൽ എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ മരണം വരെ അവർ ഓർക്കുന്ന പേര് എന്റേതായിരിക്കും. അത് അങ്ങനെ തന്നെയാണ്. അതിന്റെ എൻഡ് കണ്ടിട്ട് ഞാൻ നിൽക്കാറുള്ളൂ. ഇവിടെയും അത് തന്നെയാണ് എന്റെ തീരുമാനം. എന്നെ ആരൊക്കെ ഇതിൽ ചൊറിഞ്ഞിട്ടുണ്ടോ, എന്നെ ആരൊക്കെ ഇതിന്റെ പേരിൽ വിമർശിക്കാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, തെറി പറഞ്ഞിട്ടുണ്ടോ, ചീത്ത പറഞ്ഞിട്ടുണ്ടോ, അവരെല്ലാവരെയും ഞാൻ ലോക്ക് ചെയ്യും. നിയമപരമായിട്ടല്ലേ, കായികപരമായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ വായോട് തെറി വിളിച്ചിട്ടല്ല. ഓക്കെ, അപ്പം രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫിറോസിന്റെ സ്വകാര്യ ജീവിതത്തെ സ്വൈര്യ ജീവിതത്തെ ഒക്കെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്ന രേണുവിന്റെ സപ്പോർട്ടേഴ്സ് അഥവാ പിആർസിനെയൊക്കെ നിയമപരമായിട്ട് പൂട്ടും എന്നുള്ള കാര്യത്തിൽ തന്നെ ഫിറോസ് ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. കാരണം കഥ അറിയാതെ ആട്ടം കാണുക എന്നൊക്കെ പറഞ്ഞില്ല, ആ ഒരു ടൈപ്പാണ് എനിക്ക് തോന്നുന്നു രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും അടച്ചില്ല, അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരെ ഇതേമാതിരി തെറി പറയുന്ന ആളുകളെ. ഇപ്പൊ ഞാൻ രേണുവിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വിമർശന പരിധിക്കകത്തുനിന്നാണ് വിമർശിക്കുന്നത്, അല്ലാതെ അവരെ തെറി പറയുക. നിങ്ങൾ എന്റെ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന പോലെ അവരുടെ കുടുംബം മുടിയട്ടെ, അച്ഛന് സൂക്കേട് വരട്ടെ, മക്കൾക്ക് അങ്ങനെ സംഭവിക്കട്ടെ, രേണുവിന് ഇങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രാക്കോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് ഒരു വ്യക്തിക്കെതിരെ ഇന്നേ വരെ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ വിമർശന പരിധിക്കകത്ത് നിന്നിട്ട് അവർക്ക് വേദനിക്കാത്ത പക്ഷം അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആളുകളെ മനസ്സിലാക്കുന്ന രീതി മാത്രമേ ഞാൻ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കമന്റ് ബോക്സ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വിമർശനം എന്ന് പറയുന്നത് അതിര് കടക്കുന്ന സമയത്താണ് ഞാൻ മോശമായ രീതിയിൽ ഞാനും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത്. ഞാൻ ഒരുപാട് കമന്റ്സ് കാണുന്നുണ്ട്. ചില കമന്റ്സിലൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ഈ ഒരു 300 കമന്റ് വരാണെങ്കിൽ 300 കമന്റ് ഇരുന്ന് വായിച്ച് അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് സാധിക്കാറില്ല. കണ്ണി കാണുന്ന കമന്റിനൊക്കെ ഞാൻ ശരിയായ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്താശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുക. എന്താണെങ്കിലും രേണു ബിഗ് ബോസിന് ഇറങ്ങുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് കമന്റ് ബോക്സ് കിടന്നിട്ട് പരിചയമില്ലാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദയവ് ചെയ്ത് തല്ല് പിടിക്കാതെ ഇരിക്കുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.